ഹരി ഓം. ആറാമത്തെ സ്തുതി ദേവസ്തുതി. ആദ്യം ശ്ലോകം നോക്കാം, പിന്നെ അതിൻ്റെ അർത്ഥം. ദേവാഊചുഹോ നമാമി തേ ദേവപദാരവിന്ദം പ്രപന്നതാപോപശമാതപത്രം യന്മൂലകേതായതയോഞ്ജസോരോ സംസാരദുഃഖം ബഹുരുക്ഷിപന്തി ധാതർയതസ്മിൻ ഭവ ഈശജീവ താപത്രയേണോപഹതാ ന ശർമ്മ ആത്മം ലഭന്തെ ഭഗവംസ്തവാംഘ്രേ ഛായാം സവിദ്യാമത ആശ്രയേമ മാർഗന്ധിയത്തെ മുഖപത്മേ സുപർണൈർഷയോ വിവിക്തേ യസ്യാഹമർഷോദസരിദ്വരായ പദം പദം തീർത്ഥപദപ്രപന്ന യശ്രദ്ധയാ ശ്രുതവത്യാ ച ഭക്ത്യാ സംമൃജ്യമാനേ ഹൃദയേ വധായ ജ്ഞാനേന വൈരാഗ്യബലേന ധീര വ്രജേമ തത്തേംഘ്രി സരോജപീഠം വിശ്വസ്യ ജന്മസ്ഥിതി സംയമാർത്ഥേ കൃതാവതാരസ്യ പദാംബുജം തേ വ്രജേമ സർവേ ശരണം യദീശ സ്മൃതം പ്രയച്ഛത്യഭയം സ്വപുംസാം യത്സാനുബന്ധേ സതി ദേഹഗേഹേ മമാഹമിത്യൂഢദുരാഗ്രഹാണാം പുംസാം സദൂരം വസതോപി പുര്യാം ഭജേമ തത്തേ ഭഗവൻ പദാബ്ജം താൻ വൈ ഹ്യസദ്വൃത്തിവിരക്ഷിഭിര്യേ പരാഹൃതാന്തർമനസഃ പരേശ അധോ ന പശ്യന്തുരുഗായ നൂനം യേതേ പദന്യാസവിലാസലക്ഷ്മ്യാ പാനേന തേ ദേവകഥാസുധായ പ്രവൃദ്ധഭക്ത്യാ വിശദാശയായേ വൈരാഗ്യസാരം പ്രതിലഭ്യബോധം യദാഞ്ജസാന്യൂരകുണ്ഠദിഷ്ണ്യം തഥാ പരേ ചാത്മസമാധിയോഗബലേന ജിത്വാ പ്രകൃതിം ബലിഷ്ഠ ത്വാമേവ ധീരാ പുരുഷം വിശന്തി തേഷാം ശ്രമസ്യാന തു സേവയാ തേ തത്തേ വയം ലോകസിസൃക്ഷയാദ്യ ത്വയാനുസൃഷ്ടാ സ്ത്രീഭിരാത്മഭിः സ്മ സർവേ വിയുക്താ സ്വവിഹാരതന്ത്രം ന ശക്നുമസ്തത്പ്രതിഹർത്തവേദേ യാവത് ബലിം തേജഹരാമകാലേ യഥാ വയം ജാന്നമദാമയത്ര യഥോഭയേഷാം ത ഇമേ ഹി ലോകാ ബലിം ഹരന്തോ ന മദന്ത്യനൂഹ ത്വം നഃ സുരാണാമസി സാന്വയാനാം കൂടസ്ഥ ആദ്യപുരുഷഃ പുരാണ ത്വം ദേവശക്ത്യാം ഗുണകർമ്മയോനോ രേതസ്ത്വജായാം കവിമാദ്വദേജ തതോ വയം സത്പ്രമുഖായദർത്ഥേ ബഭൂവിമാത്മൻ കരവാമ കിം തേ ത്വം ന സ്വചക്ഷുഃ പരിദേഹി ശക്ത്യാ ദേവക്രിയാർത്ഥേ യദനുഗ്രഹാണാം. അർത്ഥം നോക്കാം. മഹർഷിമാരുടെ ശാപത്തിൽ നിന്ന് മോചനം കിട്ടാൻ തീർത്ഥസ്നാനം ചെയ്യണമെന്ന് ഭഗവാൻ പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലാക്കാതെ യാദവന്മാർ പ്രഭാസ തീർത്ഥത്തിലേക്ക് പുറപ്പെട്ടു. ഉദ്ധവർ മാത്രം ഭഗവാന്റെ മുന്നിൽ ചെന്ന് നമസ്കരിച്ചു. അവിടെ മൈത്രേയ മഹർഷിയും ഉണ്ടായിരുന്നു. ഭഗവാൻ ഉദ്ധവർക്ക് ഭാഗവതജ്ഞാനം അല്ലെങ്കിൽ ഉദ്ധവഗീത ഉപദേശിച്ചു. ഈ തത്വോപദേശങ്ങൾ വിതുരർക്ക് ഉപദേശിക്കാൻ മൈത്രേയ മഹർഷിയോട് ഭഗവാൻ കൽപ്പിക്കുകയും ചെയ്തു. ഇവിടം മുതൽ 4-ാം സ്കന്ധം കഴിയുന്നതുവരെ മൈത്രേയ മഹർഷിയും വിതുരരും തമ്മിലുള്ള സംവാദമാണ്. മാണ്ഡവ്യമുനിയുടെ ശാപത്തിനാൽ യമധർമ്മൻ സത്യവതീസുതൻ്റെ ദാസിയിൽ വ്യാസപുത്രനായി ജനിച്ചു. അതാണ് വിതുരർ. ജഗത്തിനെ ആര് സൃഷ്ടിച്ചു?
സൃഷ്ടിക്ക് ഉപയുക്തമായ വസ്തു അല്ലെങ്കിൽ ഉപാദാന കാരണം എന്തായിരുന്നു എന്ന വിദുരരുടെ ചോദ്യത്തിന് ഉത്തരം നൽകുകയാണ് മൈത്രേയ മഹർഷി. സദേവ സൗമ്യേ ഇദമഗ്രമാസീത് എന്ന ശ്രുതിവാക്യം ഉള്ളിൽ വെച്ചുകൊണ്ടാണ് ഉത്തരം നൽകുന്നത്. സൃഷ്ടിക്ക് മുമ്പ് ഉണ്ടായിരുന്നത് ഒരേ ഒരു സത്ത, ഭഗവാൻ മാത്രമാണ്. അതിൽ ഇതെല്ലാം അടങ്ങിയിരിക്കുന്നു. ഏകനായിരിക്കുന്ന താൻ അനേകനായിരിക്കട്ടെ എന്ന് ഭഗവാൻ സങ്കൽപ്പിച്ചു. ബഹുസ്യാം പ്രജായേയ എന്ന് ശ്രുതിവാക്യം. ഇതോടെ ഈശ്വരനിൽ ലയിച്ചിരുന്ന മായ വികസിച്ചു തുടങ്ങി. ഭഗവാൻ സ്വാംശത്തെ മായയിൽ നിക്ഷേപിച്ചു. അതിനാൽ അത് മേലിലുണ്ടാകാൻ പോകുന്ന പല വികാരങ്ങൾക്കും കാരണമായി തീർന്നു. അതിൽ നിന്ന് മഹത്വത്വം ഉണ്ടായി. മായക്ക് 3 ഗുണങ്ങൾ: സത്വം, രജസ്, തമസ്. അഹങ്കാരമെന്നാൽ ഞാൻ എന്ന തത്വം. ഗുണങ്ങളെ ആശ്രയിച്ച് അഹങ്കാരം 3 വിധം: സാത്വിക അഹങ്കാരം, രാജസാഹങ്കാരം, താമസാഹങ്കാരം. സാത്വിക അഹങ്കാരത്തിൽ നിന്ന് ഇന്ദ്രിയ അഭിമാനി ദേവതകളും അന്ധക്കരണവും ഉണ്ടായി. രാജസാഹങ്കാരത്തിൽ നിന്ന് ജ്ഞാന കർമ്മേന്ദ്രിയങ്ങളും താമസാഹങ്കാരത്തിൽ നിന്ന് ശബ്ദ സ്പർശ രൂപ രസ ഗന്ധ സൂക്ഷ്മഭൂതങ്ങളും ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി എന്നീ മഹാഭൂതങ്ങളും ഉണ്ടായി. ആകാശാദി മഹാഭൂതങ്ങളെ ശ്രോത്രിയാദികളായ ഇന്ദ്രിയങ്ങൾ അറിയുന്നു. ആകാശത്തിന് ഒരു ഗുണമേ ഉള്ളൂ, ശബ്ദം മാത്രം. വായുവിന് 2 ഗുണങ്ങൾ, ശബ്ദവും സ്പർശവും. തേജസ്സിന് അഥവാ അഗ്നിക്ക് 3 ഗുണങ്ങൾ, ശബ്ദം, സ്പർശം, രൂപം. ജലം അഥവാ ആപ, അതിന് 4 ഗുണങ്ങൾ, ശബ്ദ സ്പർശ രൂപ രസം. പൃഥ്വി അഥവാ ഭൂമിക്ക് 5 ഗുണങ്ങൾ, ശബ്ദ സ്പർശ രൂപ രസ ഗന്ധം. ആകാശാദി പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ് ഈ ജഗത്ത്. ശ്രോത്രം, ത്വക്ക്, ചക്ഷുസ്, രസന, ഘ്രാണം എന്നീ 5 ഇന്ദ്രിയങ്ങൾ കൊണ്ടല്ലാതെ ഒരാൾക്ക് ബാഹ്യപ്രപഞ്ചത്തെ അറിയാനാവില്ല. ഇന്ദ്രിയങ്ങൾ വഴിയായി ലഭിക്കുന്ന അറിവ് കേട്ടറിയുക, തൊട്ടറിയുക, കണ്ടറിയുക, രുചിച്ചറിയുക, മണത്തറിയുക. ജ്ഞാനേന്ദ്രിയങ്ങൾ ശബ്ദാദി വിഷയങ്ങളെ അറിയുന്നത് അതാത് ഇന്ദ്രിയങ്ങളിൽ അധിഷ്ഠാന ദേവതകൾ വർത്തിക്കുന്നത് കൊണ്ടാണ്. ഇനി നമുക്ക് ജ്ഞാനേന്ദ്രിയവും അധിഷ്ഠാന ദേവകളെയും നോക്കാം. ശ്രോത്രം അധിഷ്ഠാന ദേവ ദിഗ്ദേവത, ത്വക്ക് അധിഷ്ഠാന ദേവ വായു, ചക്ഷുസ് അധിഷ്ഠാന ദേവത സൂര്യൻ, രസന അധിഷ്ഠാന ദേവത വരുണൻ, ഘ്രാണം അധിഷ്ഠാന ദേവത അശ്വിനി ദേവത. കർമ്മേന്ദ്രിയവും അധിഷ്ഠാന ദേവതകളും. വാക്കിൻ്റെ അധിഷ്ഠാന ദേവതയാണ് അഗ്നി. പാണി അധിഷ്ഠാന ദേവത ഇന്ദ്രൻ. പാദം അധിഷ്ഠാന ദേവത വിഷ്ണു. വായു അധിഷ്ഠാന ദേവത മിത്രൻ. ഉപസ്ഥം അധിഷ്ഠാന ദേവത പ്രജാപതി. അന്ധക്കരണവും അധിഷ്ഠാന ദേവതകളും. ചിത്തത്തിൻ്റെ അധിഷ്ഠാന ദേവതയാണ് ക്ഷേത്രജ്ഞൻ. അഹങ്കാരത്തിൻ്റെത് രുദ്രൻ. ബുദ്ധിയുടേത് ബ്രഹ്മാവ്. മനസ്സിൻ്റെ അധിഷ്ഠാന ദേവതയാണ് ചന്ദ്രൻ. ഈ ദേവതകൾ സ്വതേ വിരുദ്ധ സ്വഭാവികളായതിനാൽ ആദ്യം പരസ്പരം യോജിച്ചില്ല. അപ്പോൾ എല്ലാവരും ഭഗവാനെ സ്തുതിച്ചു. അവർ സൃഷ്ടിക്ക് സമർത്ഥരല്ലാത്തതുകൊണ്ട് ലോക നന്മയ്ക്ക് വേണ്ടി അവർ പലതും ഭഗവാനോട് അപേക്ഷിച്ചു. ഹരി ഓം. ഓം നമോ ഭഗവതേ വാസുദേവായ.